സമഗ്ര ശിക്ഷ കേരള ക്ലാസ് 6 മാത്തമാറ്റിക്സ് 2023-24 സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്രിസ്മസ് എക്സാം 2023-24 കണക്കിൻ്റെ 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആക്ടിവിറ്റി 1 എന്താണെന്ന് നമുക്ക് നോക്കാം. A rectangular soap has length 10 centimeters, breadth 5 centimeters and height 2 centimeter. ഇവിടെ നമുക്ക് here 10 centimeter length തന്നിട്ടുണ്ട്, breadth 5 centimeter, height 2 centimeter ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു സോപ്പ്, ഒരു സോപ്പിൻ്റെ നീളവും വീതി ഉയരവുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സോപ്പ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫോർമുല? വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. അപ്പം വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇവിടെ തന്നിട്ടുണ്ട്, ഇത് മൂന്നും ഗുണിച്ചാൽ മതി. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ എത്ര വരും? 10 5s are 50, 50 2s are 100. 100 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയാം. 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പം ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് അതിന് ഉത്തരം കിട്ടുന്നത്. ഒന്നാമത്തതിൻ്റെ ഉത്തരം വോളിയം ഓഫ് ദി സോപ്പ് 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ദ സെയിം കൈൻഡ് ഓഫ് സോപ്സ് ആർ സ്റ്റോക്ഡ് ഇൻ എ റെക്ടാങ്കുലർ ബോക്സ്. അപ്പം ഈ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ഉള്ള ഈ കുറേ സോപ്പുകൾ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ ഒരു പെട്ടിയിലേക്ക് മാറ്റുകയാണ്. ആ പെട്ടിയുടെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് സോപ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻ ദ റെക്ടാങ്കുലർ. ആ ബോക്സിൻ്റെ നീളം 40 സെൻറ്റിമീറ്റർ, വീതി ബ്രെഡ്ത്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഉള്ളളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെയും വോളിയം കണ്ടുപിടിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് സോപ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻ ദ റെക്ടാങ്കുലർ. ഈ റെക്ടാങ്കുലർ ബോക്സിൽ എത്ര സോപ്പ് നമുക്ക് അടുക്കി വെക്കാൻ പറ്റുമെന്നാണ്. ഒരു സോപ്പിൻ്റെ വോളിയം 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് ആ കാർഡ്ബോർഡ് പെട്ടിയുടെ വോളിയമാണ്, കാർഡ്ബോർഡ് ബോക്സിൻ്റെ വോളിയം. അപ്പം നമ്പർ ഓഫ് സോപ്പ് കണ്ടുപിടിക്കാൻ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ വോളിയത്തെ ഡിവൈഡഡ് ബൈ സോപ്പിൻ്റെ വോളിയം. കാർഡ്ബോർഡ് ബോക്സിൻ്റെ വോളിയത്തെ ഡിവൈഡ് ചെയ്യുന്നു, സോപ്പിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് സോപ്പ്, എത്ര സോപ്പ് വെക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബോക്സിൻ്റെ വോളിയം അതും എന്ത് തന്നെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്രയും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 40ഉം 20ഉം 10ഉം ആണ്. 40 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എത്ര വരും? ഇവിടെ 0 0 0 കൂടി ഗുണിച്ച് 3 0 ആദ്യം ഇടുക. ഇനി 4 2 4 2s are 8, 8 1s are 8, 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ സെൻറ്റിമീറ്ററിനെ 3 തവണ ഇവിടെ ഗുണിക്കുന്നു എന്നാണ്. ഇവിടെ 1, ഇവിടെ 2, ഇത് 3 ആണ് സെൻറ്റിമീറ്റർ ക്യൂബ്. 2 തവണ മാത്രമാകുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. ഇതിന് നമുക്ക് 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നും പറയാം. രണ്ടും ഒരേ ഉത്തരമാണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് സോപ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എത്ര സോപ്പ് വെക്കാൻ പറ്റും? നമ്പർ ഓഫ് സോപ്പ് എന്ന് പറയുന്നത് കാർഡ്ബോർഡ് ബോക്സിൻ്റെ വോളിയം 8000 ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ഒരു സോപ്പിൻ്റെ വോളിയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ ക്യൂബിനെ 100 സെൻറ്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബിനെ സെൻറ്റിമീറ്റർ ക്യൂബും വെട്ടിപ്പോവും. നമ്മൾ ഇതിനെ വെട്ടിക്കുറയ്ക്കുന്നു, ലഘൂകരിക്കുന്നു. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 2 മുകളിലും താഴും 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ 0 വെട്ടിപ്പോവും. വീണ്ടും 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ ഒരു 0 വെട്ടിപ്പോവും.
പിന്നെ നമുക്ക് കിട്ടുന്നത് 80/1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 സോപ്സ്. 80 സോപ്സ് ആണ് നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെക്കാൻ പറ്റുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ സി എന്താണ്? Which of the following cannot be length, breadth and height of the rectangular box of volume 20 cubic centimeters? അപ്പോൾ ഇവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് 20 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സിൻ്റെ വോളിയം 20 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 20 കനോട്ട് ബി ആണ് എന്ന് വെച്ചാൽ സാധ്യതയില്ലാത്തത്. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അപ്പം 20 ക്യൂബിക് സെൻറ്റിമീറ്റർ വരാൻ സാധ്യതയില്ലാത്ത ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ് ബോക്സിൻ്റെ 20 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം വരാത്ത ഒരു ചതുരക്കട്ടയുടെ അല്ലേ, റെക്ടാങ്കുലർ ബ്ലോക്കാണ്. ബോക്സ് അല്ല, റെക്ടാങ്കുലർ ബ്ലോക്ക് ഒരു ചതുരക്കട്ടയാണ്. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ ആകാൻ സാധ്യതയില്ലാത്തത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ്. ഇത് 10 സെൻറ്റിമീറ്റർ നീളം, 2 സെൻറ്റിമീറ്റർ വീതി, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ്. നമ്മൾ ഗുണിച്ചാൽ എത്രയും 10 2s are 20, 20 1s are 20. അപ്പോൾ ഇത് വരുന്നതാണ്. നമുക്ക് സാധ്യത കനോട്ടാണ്, സാധ്യത ഇല്ലാത്തത് കണ്ടുപിടിക്കണം. ഇത് കറക്റ്റ് അളവാണ്, അത് വരും. അടുത്തത് 20 1s are 20, 20 പിന്നെയും 20 1s are 20. ഇതും 20 തന്നെയാണ് വരുന്നത്. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 തന്നെയാണ് വരുന്നത്. 20 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ് ഇതും വരുന്നത്. ഇത് ഗുണിച്ചാലോ 5 3s are 15, 15 2s are 30. ഇത് 30 സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുന്നത്. അത് വന്നിട്ടില്ലേ. ഇതോ 5 4s are 20, 20 5 4s are 20, 20 1s are 20. ഇതും 20 സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുന്നത്. ഇതിൽ ഇതെല്ലാം 20 20 20. സാധ്യതയില്ലാത്തത് ഏതാണ്? തേർഡ് വൺ. അപ്പോൾ സി ആണ് കറക്റ്റായ ഉത്തരം. നമ്മളോട് സാധ്യതയില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു ചതുരക്കട്ടയുടെ വോളിയം 20 സെൻറ്റിമീറ്റർ, 20 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. താഴെ തന്നിരിക്കുന്ന അളവിൽ 20 വരാത്തത് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് വരാത്തത് തേർഡ് വണ്ണാണ്. ബാക്കിയെല്ലാം 20 വരും. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 1 പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2, ദ വെയിറ്റ് ഓഫ് 4 ചിൽഡ്രൻ ഇൻ ക്ലാസ് 6 ആർ ഗിവൺ. 4 കുട്ടികളുടെ ഉയരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമൽ 24.160, സിനാൻ 29.84, ജോണി 24.90, ഷഹാം 29.675. അപ്പം വിച്ച് ചൈൽഡ് ഹാസ് മോർ വെയിറ്റ്? ഇതിൽ ആർക്കാണ് കൂടുതൽ ഹൈറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്കിതൊന്ന് സെറ്റാക്കാം. എങ്ങനെയാണ് സെറ്റാക്കുന്നത് വെച്ചാൽ, പോയിന്റിന് ശേഷം ഇവിടെ 3 അക്കം ഉണ്ടല്ലോ, 1 2 3, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. നമ്മൾ ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എളുപ്പമാർഗത്തിന് ഇവിടെ എല്ലാം 3 ആക്കുക. ഇവിടെ 3 ആണ് മാക്സിമം. പോയിന്റിന് ശേഷം 3 അക്കമാണ് മാക്സിമം. അതുകൊണ്ട് എല്ലാം 3 ആക്കുക. 3 ആക്കാൻ എന്ത് ചെയ്താൽ മതി? അവസാനം 0 ഇട്ടാൽ മതി. പോയിന്റിന് ശേഷം അവസാനം വരുന്ന 0-ന് വാല്യൂസ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് അവസാനം ഇവിടെ 2 അക്കമുള്ളൊരു 0 ഇട്ട് 3 അക്കമായി. ഇവിടെ 3 അക്കമാണ്. ഇവിടെ 2 അക്കമുള്ളൊരു 0 കൂടി ഇടുക. പോയിന്റിന് ശേഷം 3 അക്കമായി. ഇവിടെ 3 അക്കമാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ പോയിന്റിന് ശേഷം 3 അക്കമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ചെയ്യാൻ എളുപ്പമുണ്ടാകും. പോയിന്റിന് ശേഷം എത്ര 0 ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ വിച്ച് ചൈൽഡ് ഹാസ് മോർ വെയിറ്റ്? ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് ആർക്കാന്ന് നോക്കാം. ഇവിടെ പോയിന്റിന് മുമ്പുള്ളത് 24 29 24 29. 29 ഉള്ള 2 പേരും. ഇനി ഈ 2 പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് എന്ന് നോക്കാം.
പോയിന്റ് ശേഷം ഇതെന്താണ് 840 ആണ്. ഇത് പോയിന്റ് ശേഷം 675 ആണ്. അതായത് 840 675. 840 ഗ്രാമുണ്ട്, 675 ഗ്രാമുണ്ട്. ഏതാണ് കൂടുതൽ? 840 ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ സിനാനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്, 29.840 എന്നുള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ജോണീസ് വെയിറ്റ് ഇൻ ഫ്രാക്ഷൻസ് ഫ്രം? ഇതിൽ ജോണിയുടെ വെയിറ്റിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. ജോണി ആരാണ്? ദ ജോണി 29.90. 29.900 എന്നുള്ളതിന് നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. 29,900 എന്നുള്ളത് 900/1000. ഇങ്ങനെ വേണേൽ എഴുതാം. 29,900 900/1000. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സോറി, 29 അല്ലട്ടോ, ജോണിൻ്റെ 24 ആണ്. 900/1000 ഉണ്ടോ ഇവിടെ? 24 9/100 9/10 9/1000 ഇല്ല. ഇനി അപ്പോൾ നമുക്ക് ഓരോ 0 വെട്ടി നോക്കാം. അപ്പോൾ ഇത് 24 90/100 ഇങ്ങനെ എഴുതാം. 24 90/100 ഉണ്ടോ? 9/100 ഉള്ളൂ, 9/10. ഓക്കെ, ഇനി അവസാനത്തെ 0 വെട്ടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വരും 24 9/10. അങ്ങനെയുണ്ടോ? 24 9/100 24 9/10. യെസ്, 24 9/10 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വണ്ണാണ് കറക്റ്റ്. 24 9/1000 അല്ല, 2490/1000 അല്ല. ഇനി ഇതൊക്കെ എങ്ങനെ എഴുതുന്നത് നോക്കാം. 24 9/100 എന്ന് വെച്ചാൽ 24 അടിയിൽ 100 വരുമ്പോൾ പോയിന്റ് ശേഷം 2 അക്കം വരണം. ഒരെണ്ണം 9 ഉണ്ട്, ഒരക്കം ഫ്രണ്ടിലില്ലാത്തതുകൊണ്ട് 09 എന്നാണ് നമ്മൾ എഴുതുക. 2409. ഇതിനെ നമ്മൾ എഴുതുക 24 പോയിന്റ് ശേഷം 9. നമുക്കിവിടെ 9 ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ശേഷം നമുക്ക് എത്ര വേണേലും 0 ഇടാം. 90 എന്ന് എഴുതാം, ഒരു 0 ഇടാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ഇതിനെ എങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ 24 പോയിന്റ് ഇവിടെ 1000 ആണ്. അപ്പോൾ പോയിന്റ് ശേഷം 3 അക്കം വരണം. ഒരക്കം 9 ഉണ്ട്, 2 അക്കം ഇല്ലാത്തതുകൊണ്ട് 2 0 ഇട്ടിട്ട് 9. 24.009 വരും. ഇതിന് ഡിവൈഡഡ് ബൈ 1000 എന്ന് വെച്ചാൽ അവസാനത്തെ 3 അക്കം പോയിന്റിന് ശേഷം എന്ന് വെച്ചാൽ ഇത് വരിക 2.490 എന്നാണ്. അപ്പോൾ ഇത് 2.490 അത് വരില്ല. 24.009 അതുമല്ല, 24.900 വേണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. യെസ്, ഇനി നമുക്ക് അതിനകത്ത് സി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് സി ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വെയ്റ്റ്സ് ഓഫ് ചിൽഡ്രൻ ഹാവിങ് മോർ വെയ്റ്റ്സ് ആൻഡ് ലെസ് വെയ്റ്റ്? കൂടുതൽ വെയിറ്റ് ഉള്ളവനും കുറഞ്ഞ വെയിറ്റ് ഉള്ളവനും തമ്മിലുള്ള വ്യത്യാസമാണോ? ഡിഫറൻസ്, വ്യത്യാസമാണ് കണ്ടുപിടിക്കുന്നത്. കുറയ്ക്കണം. ഇവിടെ കൂടുതൽ വെയിറ്റ് ഉള്ളത് സിനാനാണെന്നറിയാം. കുറഞ്ഞ വെയിറ്റ് ഉള്ളത് ആരാ? 24. 24ൽ 160 ഗ്രാം ഇവിടെയുണ്ട്. 24ൽ 900 ഗ്രാം ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് അമലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. ഡിഫറൻസ് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുത് ഏതാണ്? 29.840. ഇതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കുക. 24.160 കുറച്ചാണ്. അപ്പോൾ 0 - 0 0. 4 - 6 പറ്റില്ല, ബോറോ എടുക്കുക, കടം എടുക്കുക. അപ്പോൾ ഇത് 7, ഇത് 14 മാറും. ആ ഒന്നും കൂടെ പോയി 14. 14ൽ നിന്ന് 6 പോവാം. 14ൽ നിന്ന് 6 പോയാൽ 8. 7ൽ നിന്ന് 1 പോയാൽ 6. പോയിന്റ്. 9ൽ നിന്ന് 4 പോയാൽ 5. 2ൽ നിന്ന് 2 പോയാൽ 0. എത്രയാണ് ഡിഫറൻസ്? 5.680 ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5.680. വാട്ട് ഈസ് ആവറേജ് വെയിറ്റ് ഓഫ് അമൽ ആൻഡ് സിനാൻ? ആവറേജ് വെയിറ്റ് ഓഫ് അമൽ ആൻഡ് സിനാൻ. അമലിൻ്റെയും സിനാൻ്റെ ആവറേജ് വെയിറ്റ് എന്താണ്? ആവറേജ് എന്ന് വെച്ചാൽ എന്താണ്?
അമലിൻ്റെയും സിനാൻ്റെയും ആവറേജ് വെയിറ്റ് വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക അല്ലേ. സമ്മാണ്. ആവറേജ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആവറേജ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതുക? ആവറേജ് വെച്ചാൽ ടോട്ടൽ സം ബൈ നമ്പർ, ടോട്ടൽ നമ്പർ. അപ്പം അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. ഏത് രണ്ടും കൂടി കൂട്ടണം? ഇത് രണ്ടും കൂടി കൂട്ടണം. കൂട്ടി നോക്കാം. 24, 29, 840 29.840 പ്ലസ് 24.160. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0, 6 4 10 0, ശിഷ്ടം 1, 8 1 9 1 10 0, ശിഷ്ടം 1, 9 1 10 44, ശിഷ്ടം 1, 2 2 4 1 5. 54.00 വരും. ഇനി 54.0 ഇതിൻ്റെ സമ്മ് 54.00 ബൈ എത്ര അക്കങ്ങളാണ്? 2 അക്കം. 54/2. 54ൻ്റെ പകുതി 54നെ 2 കൊണ്ട് ഹരിച്ച് നോക്കുക. 5ൽ എത്ര 2 പോകും? 2. 2 2s are 4. 5 - 4 1. 4 ഇറക്കി എഴുതുക. ഇപ്പോഴോ 14. 14ന് 7 തവണ 7 14. 14ന് 14 കുറച്ചാൽ 0. അപ്പോൾ എത്രയാണ് ഉത്തരം? 27 ആണ് അവരുടെ വെയിറ്റുകൾ തമ്മിലുള്ള ആവറേജ്. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? വാട്ട് ഈസ് ആവറേജ് വെയിറ്റ് ഓഫ് അമൽ ആൻഡ് സിനാൻ? 27. 27 is the correct answer. ഇനി നമുക്ക് ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3, how many liters of water will a cubical vessel of side 10 centimeters contain? ഇപ്പോൾ ഒരു ക്യൂബിക്കൽ വെസലിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ സൈഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഇപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്താണ്? ക്യൂബിക്കൽ വെസലാണ്. അപ്പോൾ ക്യൂബ് എല്ലാ സൈഡും തുല്യമായ ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 10 10 10 ആണ്. എത്ര വരും? 10 10s are 100, 100 10s are 1000. 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഈ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് എത്ര ലിറ്ററാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. എത്രയാണ്? 1 ലിറ്റർ. അപ്പോൾ ആ ഒരു കണ്ടെയ്നറിൽ 1 ലിറ്റർ വെള്ളം ആണ് കൊള്ളുക. അപ്പോൾ 10 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റുള്ള ഒരു ക്യൂബിക്കൽ വെസലിൻ്റെ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 1 ലിറ്റർ. അടുത്തത്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ will a rectangular vessel of length 40 cm, breadth 30 cm and height 20 cm. ഇപ്പോൾ വേറൊരു വെസലാണ്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ, അതുപോലെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ, അതുപോലെ ഹൈറ്റ് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വോളിയം, റെക്റ്റാങ്കുലാർ വെസലിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ലെങ്ത് 40 സെൻറ്റിമീറ്റർ, അതുപോലെ ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 0 0 3 0 ഉത്തരത്തിൽ വരും. ഇനി ഇത് ഗുണിച്ചാൽ മതി. 4 3s are 12, 12 2s are 24. 24,000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് അതിലെ വോളിയം. ഇതിനെ ഇനി ലിറ്ററിലേക്ക് ആക്കണം. 24,000നെ ലിറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 24,000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതെന്തായി മാറും? ലിറ്ററായി മാറും. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ഈ 0 വെട്ടിപ്പോവും. 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ
മുകളിലത്തെയും താഴത്തെയും ഓരോ 0 വെട്ടിപ്പോവും. വീണ്ടും ഒരു 10 കൊണ്ട് ലഘൂകരിച്ചാൽ വീണ്ടും വെട്ടിപ്പോവും. ഇനി എത്രയാണ്? 24 ലിറ്റേഴ്സ്. ഇതിൻ്റെ ഉത്തരം 24 ലിറ്ററാണ്. ഈ ഒരു റെക്ടാങ്കുലാർ വെസലിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 24 ലിറ്റേഴ്സ് ആണ്. അടുത്ത ചോദ്യം, എ ടാങ്ക് ഓഫ് ലെങ്ത് 2 meters ആൻഡ് ബ്രെഡ്ത്ത് 1 meter contain 500 liters of water. What is the height of the water in the tank? എത്ര ഹൈറ്റ് എത്രയാണ്? അപ്പോൾ ഇവിടെ എ ടാങ്ക് ഓഫ് ലെങ്ത് 2 meter ആണ്. 2 meter എന്നുള്ളതിനെ നമുക്ക് വേണേൽ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 2 into അതിനകത്ത് 500 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. അപ്പം 2 meter എന്നുള്ളതിനെ നമുക്ക് 200 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 1 മീറ്ററിനെ 100 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 500 ലിറ്റർ. വോളിയം എന്ന് പറയുന്നത് 500 ലിറ്ററാണ്. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക. 500 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ലിറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാക്കാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. സെൻറ്റിമീറ്ററിനെ ലിറ്ററിലേക്കാക്കാൻ 1000 കൊണ്ട് ഹരിക്കുകയും ലിറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കുകയും ചെയ്യാം. നേരെ തിരിച്ച് സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം എത്രയായി? 5, 2, 0, 3, 0. 5 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബ്. നമുക്ക് ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ? 2 മീറ്റർ ലെങ്തും 1 മീറ്റർ ബ്രെഡ്ത്തുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റാണ്. ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട സമവാക്യം നമുക്കറിയാം. വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ വോളിയം ഇവിടെ നമുക്കറിയാം 5 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബ് ബൈ പിന്നെ ലെങ്ത് 200 സെൻറ്റിമീറ്റർ. 200 സെൻറ്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ. പൂജ്യങ്ങൾ ഇവിടെ 2 സെൻറ്റിമീറ്ററുകളും വെട്ടിയാൽ ബാക്കി ഇവിടെ 1 സെൻറ്റിമീറ്റർ ബാക്കി വരും. ഇനി 0 വെട്ടാം. 10 കൊണ്ട് ഇതിനെ ഹരിച്ചാൽ 1 0 പോവും. 10 കൊണ്ട് വീണ്ടും ഹരിച്ചാൽ 1 0 കൂടി പോവും. ഈ 0 കൂടി വെട്ടും 10 കൊണ്ട് ഹരിക്കുമ്പോൾ. ഈ 0 കൂടി പോവും 10 കൊണ്ട് ഹരിക്കുമ്പോൾ. പിന്നെയുള്ളത് 50/2 ആണ്. 50/2 എന്ന് വെച്ചാൽ 50ൻ്റെ പകുതി. 50ൻ്റെ പകുതി എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വെള്ളമാണുള്ളത്? 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേണേൽ മീറ്ററിലേക്കാക്കാം. 25 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 100 കൊണ്ട് ഹരിച്ചാൽ മതി. 25നെ 100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ കിട്ടും. 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പോയിൻ്റ് ഇപ്പുറത്ത് മാറ്റി ഇട്ടാൽ മതി. 0.25 മീറ്റർ, അതായത് 1/4 മീറ്റർ എന്നാണ്. 0.25 വെച്ചാൽ 4/1 മീറ്റർ. ഇതിലേത് ഉത്തരവ് ശരിയാണ്? 25 സെൻറ്റിമീറ്റർ എഴുതിയാൽ ശരി ഉത്തരമാണ്. 25/100 അതായത് 0.25 ഡെസിമൽ ഫോമിൽ 0.25 മീറ്റർ എന്ന് എഴുതിയാൽ ശരിയാണ്. അതുപോലെ ഫ്രാക്ഷനിൽ 1/4 മീറ്റർ എന്ന് എഴുതിയാൽ ശരിയാണ്. ഈ 4 ഉത്തരവ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ എഴുതുന്നത് 25 സെൻറ്റിമീറ്റർ ഓർ 0.25 മീറ്റർ ഓർ 1/4 മീറ്റർ. ഏത് രീതിയിലും നമുക്ക് എഴുതി കഴിഞ്ഞാൽ ആക്ടിവിറ്റി 3യുടെ ഉത്തരം. നമുക്ക് ആക്ടിവിറ്റി 4 എന്താണോ? എന്താണ് ആക്ടിവിറ്റി 4 പറയുന്നത്? The length of iron rod to be cut to fix in a window are given below. ഒരു വിൻഡോ നിർമ്മിക്കാൻ വേണ്ട അയൺ റോഡിൻ്റെ ഇരുമ്പ് കമ്പിയുടെ അളവുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
ലെങ്ത് 1.5 മീറ്ററിൻ്റേത് 8 പീസ് വേണം. നമ്പർ 8. 3/5 3/4 മീറ്റർ 3/4 മീറ്ററിൻ്റേത് 12 പീസ് വേണം. 1/4 മീറ്റർ 1/4 മീറ്ററിൻ്റെ കമ്പികൾ 12 എണ്ണം വേണം. ഇവിടെ ഹൗ മെനി മീറ്റർ ഓഫ് അയൺ റോഡ് ആർ റിക്വയർഡ് ടു കട്ട് 8 പീസസ് ഓഫ് റോഡ് ഹാവിംഗ് ലെങ്ത് 1/2 മീറ്റർ ഈച്ച്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1.5 മീറ്റർ ഹൗ മെനി മീറ്റർ ഓഫ് അയൺ റോഡ് ആർ റിക്വയർഡ്, എത്ര മീറ്റർ നീളത്തിൽ കമ്പി വേണം ടു കട്ട് 8 പീസസ് ഓഫ് റോഡ് ഹാവിംഗ് ലെങ്ത് 1.5. 1.5 മീറ്ററുള്ള 8 പീസ് മുറിച്ചെടുക്കാൻ എത്ര നീളത്തിൽ കമ്പി വേണമെന്നാണ്. അപ്പോൾ ഒരു നീളമുള്ള കമ്പിയുണ്ട്, അതിനകത്ത് ഇങ്ങനെ 1.5 മീറ്റർ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കണം. അപ്പം ഒട്ടാകെ എത്ര മീറ്റർ വരും? അപ്പോൾ 1.5 മീറ്ററിൻ്റെ 8 പീസ് എന്ന് വെച്ചാൽ 1.5 × 8 എന്നാണ്. 1.5 × 8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ നമുക്ക് 1 × 8 പ്ലസ് 1/2 × 8 ഇങ്ങനെ വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു രീതിയിൽ 1/8 8, 1/2 × 8 എന്ന് വെച്ചാൽ 8ൻ്റെ പകുതി, 8ൻ്റെ പകുതി 4, എത്രയാണ്? 12 മീറ്റർ. ഈ രീതി കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ 1.5 × 8നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. എന്നുവെച്ചാൽ അതിങ്ങനെയാണ് 1 2 2 1 3 3/2 1.5യെ 3/2 × 8 എന്ന് എഴുതിയിട്ട് 3 8 വിളിക്കുക. 3 8 24 24/2 24/2 എന്ന് വെച്ചാൽ 24ൻ്റെ പകുതി, എത്രയാണ്? 12 മീറ്റർ. ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഉത്തരം 12 മീറ്ററുള്ള ഒരു അയൺ റോഡ് എടുത്തു കഴിഞ്ഞിട്ട് 1.5 മീറ്റർ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് 8 പീസ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത്, ദ ലെങ്ത് ഓഫ് ആൻ അയൺ റോഡ് ഈസ് 6 മീറ്റർ. 6 മീറ്ററുള്ള ഒരു അയൺ റോഡ് ഉണ്ട്. 6 മീറ്ററുള്ള ഒരു അയൺ റോഡ്. ഹൗ മെനി പീസസ് ഓഫ് റോഡ്സ് ഹാവിംഗ് ദ ലെങ്ത് 3/4 മീറ്റർ ക്യാൻ ബി കട്ട് ഫ്രം ദിസ്. ഇതിൽ നിന്ന് 3/4 മീറ്റർ 1/4 മീറ്ററുള്ള എത്ര പീസ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം? അപ്പം 6 മീറ്ററുള്ള ഒരു അയൺ റോഡിൽ നിന്ന് 3/4 പീസുള്ള എത്ര ഭാഗങ്ങൾ എത്രയായിട്ട് ഭാഗിക്കാമെന്നാണ്. അതിന് നമ്മൾ ഭാഗിക്കുക എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുകയാണ്, ഹരിച്ചാൽ മതി. അപ്പോൾ 6 മീറ്ററിനെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6നെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക വെച്ചാൽ ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സെക്ഷൻ മൊത്തം മാറ്റുകയാണ് ചെയ്യുക. എങ്ങനെ ചെയ്യുക? 6നെ ഹരണമില്ല, ഹരണത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഗുണിക്കും. ഗുണിക്കുമ്പോൾ 3/4 റെസിപ്രോക്കൽ എഴുതും, വിൽക്രമം. 3/4 തിരിച്ചെഴുതും. ഇത് താഴേക്കും ഇത് മുകളിലേക്കും 4/3 എന്ന് എഴുതും. അപ്പോൾ എന്നിട്ട് ഗുണിച്ചെഴുതാം. 6 4 6 4 24/3. 24ൽ എത്ര 3 ഉണ്ട്? 8 അല്ലേ? 3 8 24. എത്ര പീസ് നമുക്ക് മുറിച്ചെടുക്കാം? അപ്പോൾ 6 മീറ്ററുള്ള ഒരു റോഡിൽ നിന്നും 3/4 മീറ്ററുള്ള എത്ര പീസ് നമുക്ക് മുറിച്ചെടുക്കാം? 8 പീസ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി അയൺ റോഡ് റിക്വയർഡ് ടു ഫിക്സ് ഇൻ ദ വിൻഡോ. അപ്പോൾ ഇനി വിൻഡോയ്ക്ക് എത്ര മീറ്റർ കമ്പി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട്. 1.5 മീറ്ററുള്ള 8 എണ്ണം, 3/4 മീറ്ററിൻ്റെ 12 എണ്ണം, 1/4 മീറ്ററിൻ്റെ 12 എണ്ണം. ഇത്രയും റോഡുകൾ ചേർത്ത് വേണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. 1.5 മീറ്ററിൻ്റെ 8 എണ്ണം അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 1.5 മീറ്ററിൻ്റെ 8 എണ്ണം എന്ന് വെച്ചാൽ എത്ര മീറ്ററാണ്? 12 മീറ്റർ. അപ്പോൾ ഇവിടെ 1.5 മീറ്ററിൻ്റെ 8 എണ്ണം എന്ന് വെച്ചാൽ അത് 12 മീറ്ററാണ് കമ്പി. 3/4 മീറ്ററിൻ്റെ 12 എണ്ണം, 3/4 മീറ്റർ വെച്ചാൽ 3/4 × 12 എണ്ണം. അപ്പോൾ ഇതെത്ര? 3 12 എത്രയാണ്? 3 12 36. 36/4. 36ൽ എത്ര 4 പോകും? 36/4. ഹൗ മെനി?
4 9s are 36. അപ്പോൾ 9 അവിടെ 9 മീറ്റർ കമ്പി ഈ സെക്ഷന് വേണം. കാൽ മീറ്ററിൻ്റെ 12 ആണ്. എന്നുവെച്ചാൽ 1 12s are 12/4. 12ൽ എത്ര 4 ഉണ്ട്? 3 മീറ്റർ അല്ലേ? 3 4s are 12. ഇതെല്ലാം കൂടി ഇനി കൂട്ടുക. നമുക്ക് ജനലിന് വേണ്ട കമ്പീൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഇവിടെ 2 2 9 11 11 3 14 4 ശിഷ്ടം 1 1 1 2 എത്ര മീറ്ററാണ്? 24 മീറ്റർ. അപ്പോൾ ടോട്ടൽ 24 മീറ്റർ കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് വിൻഡോ ഉണ്ടാക്കാം. അപ്പോൾ ഇതിങ്ങനെ 1.8 8 ചേർന്നാൽ എത്ര കമ്പി? 12 മീറ്റർ. മുക്കാലിൻ്റെ 12 ചേർന്നാൽ എത്ര മീറ്റർ? 9 മീറ്റർ. കാലിൻ്റെ 12 ചേർന്നാൽ എത്ര മീറ്റർ? 3 മീറ്റർ. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജനലിന് വേണ്ട കമ്പീൻ്റെ ആകെ അളവ് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ രീതിയിൽ നമുക്ക് ആക്ടിവിറ്റി 4 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 5. 36 can be written as the product of prime numbers 2 into 2, 3 into 3. How many factors does 36 have? അപ്പോൾ 36നെ നമുക്ക് 2 into 2 അതുപോലെ 3 into 3 എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ 2 ഇവിടെ 2 തവണയാണ് 2 സ്ക്വയർ, 3 2 തവണയാണ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പവറിനോട് കൂടി 1 കൂട്ടുക. അപ്പം ഇവിടെ പവർ 2 ആണ്. 2നോട് 1 കൂട്ടിയാൽ 3. അതുപോലെ തന്നെ 3യുടെ പവർ 2 ആണ്. അതിനോട് കൂടി 1 കൂട്ടുക. എന്താണോ പവർ അതിനോട് 1 കൂട്ടിയിട്ട് ഗുണിച്ചാൽ മതി. 2ൻ്റെ +1 അതും 3. അപ്പോൾ 3 3s are 9 factors. ഇങ്ങനെയാണ് ഫാക്ടേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ഫാക്ടറൈസ് 432 ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. 432നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് എല്ലാ ഫാക്ടറും കണ്ടുപിടിക്കണം. അപ്പോൾ 432 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ ഇവിടെ ഏതാണ് 432ൻ്റെ ഇവിടെ 2 ആയതുകൊണ്ട് ഈവൻ നമ്പർ 2 എടുക്കുക. അപ്പം 4ൽ 2 2 തവണ, 3ൽ 1 തവണ, അപ്പോൾ ഒരു ശിഷ്ടം വരും. 12ൽ 6 തവണ. ഇനിയും ഇതിനെ 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2ൽ 1 തവണ, 1ൽ പോവില്ല അപ്പോൾ 0 ഇടണം. അതിനുശേഷം 16ൽ 2 8 തവണ. 108നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. അപ്പം 10ൽ 2 5 തവണ, 8ൽ 4 തവണ. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 5ൽ 2 തവണ, 2 2 4 ശിഷ്ടം 1 14, 14ൽ 7 തവണ. 27 നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 3 കൊണ്ട് ഹരിക്കാം. 9 ആണ് 27. 9നെ വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. 3 3 9. 3നെ വീണ്ടും 3 കൊണ്ട് ഹരിക്കാം 1. അപ്പോൾ 432ൻ്റെ ഫാക്ടറൈസേഷൻ ഇതാണ്. 2 1 2 3 4 തവണ. 432ൽ 2 4 തവണ. അതുപോലെ 3 3 തവണ. ഇനി ഇത് വെച്ച് നമ്മൾ പട്ടിക വരയ്ക്കുകയാണ്. ടേബിൾ വരയ്ക്കണം. ഇവിടെ 432നെയാണ് ആദ്യം നമുക്ക് ഈ സൈഡിൽ 2 4 തവണയാണ്. അപ്പം നോ 2 അത് 1 ആണ്. അടുത്ത 1 2 അത് 2 ആണ്. അടുത്തത് 2 2 2 2 എന്ന് വെച്ചാൽ 4 ആണ്. അടുത്തത് 3 2 3 2 എന്ന് വെച്ചാൽ എത്രയാണ്? 3 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി 8 ആണ്. അടുത്തത് 4 2 4 2 വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി 16. അപ്പോൾ 2 2s are 4, 4 2s are 8, 8 2s are 16. ഇനി അതുപോലെ തന്നെ 3D എടുക്കാം. നോ 3
അത് 1 ആണ്. ഇവിടെ 3 പ്രാവശ്യം 3 ഉണ്ട്. അപ്പോൾ 1 3 വെച്ചാൽ 3. അടുത്തത് 2 3 3 3s are 9. 2 3 വെച്ചാൽ 3 3s are 9. അടുത്തത് 3 3 3 9s are 27. ഇങ്ങനെ വരും. 3 1 3 3 3s are 9 9 3s are 27. ഇനി നമ്മളിത് ഓരോ കോളോ റോയും ഗുണിക്കുക. 1 1s are 1 1 2s are 2 1 4s are 4 1 8s are 8 1 16s are 16. ഇനി അടുത്ത 3 1s are 3 3 2s are 6 3 4s are 12 3 8s are 24 3 16s are 48. ഇത് എഴുതാൻ എളുപ്പമാണ്. 1 അതിൻ്റെ ഇരട്ടി 2 2ൻ്റെ ഇരട്ടി 4 4ൻ്റെ ഇരട്ടി 8 8ൻ്റെ ഇരട്ടി 16 3ൻ്റെ ഇരട്ടി 6 6ൻ്റെ ഇരട്ടി 12 അതിൻ്റെ ഇരട്ടി 24 48. പിന്നെ അതുപോലെ തന്നെ 1 9s are 9 9ൻ്റെ ഇരട്ടി 9 2s are 18 18ൻ്റെ ഇരട്ടി 36 36ൻ്റെ ഇരട്ടി 72 72ൻ്റെ ഇരട്ടി 144. അതുപോലെ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത 27 27ൻ്റെ ഇരട്ടിയാണ് 54 54ൻ്റെ ഇരട്ടി 108 108ൻ്റെ ഇരട്ടി 216 216ൻ്റെ ഇരട്ടി 430. അപ്പം ഇതാണ് 432ൻ്റെ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? 1 2 4 8 16 3 6 12 24 48 9 18 36 72 144 27 54 108 216 432. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആക്ടിവിറ്റി 5 കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 6 ഒരു ഗാർഡൻ ആണ്. ഗാർഡൻ അതിൻ്റെ ലെങ്ത് 4.72 മീറ്റർ, ബ്രെഡ്ത്ത് 3.50 meters. Which among the following is not equal to the breadth of the garden? ഇവിടെ breadth of the garden 3.50 meter ആണ്. ഇതിലേതോ ഒരെണ്ണം ഇതുമായിട്ട് മാച്ചിങ് അല്ല. Which of the following is not equal? Not equal ആണ്. 350/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 350/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350/100. അപ്പം 300 എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 2 അക്കം, ഇവിടെ 2 അക്കം ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. 3.50 എന്ന് തന്നെയാണ്. 3.50. അപ്പോൾ ഇത് രണ്ടും ഇത് മാച്ചാണ്. ഓക്കെ, ഈക്വൽ ആണ്. ഇത് 3/5/10. 3/5/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇവിടെ 10ന് ഒരു 0 ഉള്ളൂ. അപ്പോൾ പോയിന്റിന് ശേഷം ഒരക്കം, അത് ഇവിടെ ഒരു അക്കം ഉണ്ട്. 0.5 3.5. 3.5ന് ശേഷം ഒരു 0 കൂടി, പോയിന്റിന് ശേഷം അവസാനം എത്ര വേണമെങ്കിൽ 0 ഇടാവുന്നതാണ്. അപ്പോൾ 3.50 ഇവിടെ കിട്ടും. 3.50 അത് ഈക്വൽ തന്നെയാണ്. 3/5/100 എന്താണ്? ഈ 5/100 എന്ന് പറഞ്ഞാൽ 3 പോയിന്റിന് ശേഷം 2 അക്കം വേണം. ഇവിടെ ഒരക്കം ഉള്ളൂ 5, പോയിന്റിന് ശേഷം 5 മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ഒരക്കം കൂടി വേണമായിരുന്നു, അതില്ലാത്തതുകൊണ്ട് 0 കിട്ടും. ഇത് യഥാർത്ഥത്തിൽ വരുന്നത് 3.05 എന്നാണ്. 3/5/100 വെച്ചാൽ 3.05. അത് ഇതുമായിട്ട് മാച്ച് ആണോ? അല്ല, അത് ഇതുമായിട്ട് മാച്ച് അല്ല. ഇനി 350/100 എന്ന് പറഞ്ഞാലോ? 350/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ 2 അക്കം 2 0 ഉണ്ട്. അപ്പോൾ പോയിന്റ് ശേഷം ഈ അവസാനത്തെ 2 എണ്ണം, ഇതും 3.50ക്ക് തുല്യമാണ്. ഈക്വലാണ്. അപ്പോൾ ഇതാണ് ഈക്വൽ അല്ലാത്തത്. ഇനി ഈ പറഞ്ഞ നമുക്ക്
വേറൊരു രീതിയിലാണെങ്കിൽ 350/100നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ 100 × 3 എടുക്കുക. 100 3s are 300. 300 + 50. 350/100 എന്ന് വരും. 350/100 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇവിടെ പോയതിന് ശേഷം 2 അക്കം 3.50. അതാണിത്. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇതിനെ നോക്കിക്കോ. ഇതിനെ നമുക്ക് മിക്സറിനെ ഇംപ്രോപ്പർ ആക്കാം. 10 3s are 30. 30 + 5 35. 35/10 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? 10 എന്ന് വെച്ചാൽ ഒരു പൂജ്യമുള്ളൂ. അപ്പോൾ 3.5. 3.5 എന്ന് വെച്ചാൽ 3.50 എന്ന് പറയും. സെയിം ആണ്. 3.50നെ നമുക്ക് 3.5 എന്ന് എഴുതാം. അതുപോലെ 3.5നെ നമുക്ക് 3.500000 എത്ര വേണേൽ 0 ഇട്ട് കൊടുക്കാം. അതൊരു വിഷയമല്ല. ഇവിടെ വരുന്നതാണോ 100 × 3 300. 300 + 5 305/100 എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ പോയിന്റ് എവിടെ വരും? 3.05. ഈ രീതിയിൽ നമുക്ക് ചിന്തിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്, 3/5/10. ഇഫ് എ വയേർഡ് ഫെൻസ് ഈസ് ബിൽഡ് അറൗണ്ട് ദ ഗാർഡൻ, ഇതിന് ചുറ്റും ഒരു ഫെൻസ് ഉണ്ടാക്കാനാണ്, ഒരു വേലി. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ഫെൻസ്? അപ്പോൾ ഇതിൻ്റെ വേലിയുടെ നീളം എന്തായിരിക്കും? ഫെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടാവും, അവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ടാവും, അവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ടാവും, ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടാവും. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 4.2. ഇതേ നീളം തന്നെ ഇവിടെയും വേണം, 4.72. അതുപോലെ തന്നെ ഈ സൈഡ് 3.50 ആണെങ്കിൽ ഈ സൈഡും 3.50 ആയിരിക്കും. അപ്പോൾ ഫെൻസിൻ്റെ നീളം എന്ന് വെച്ചാൽ 4.72 + 3.50 + 4.72 + 3.50. ഇതിങ്ങനെ 4 കൂട്ടിയാലും നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെയാണ് 4.72 + 3.50 പിന്നെയും 4.72 3.50. ഇങ്ങനെ 4 കൂടി കൂട്ടിയാൽ 2 2 4 7 7 14 14 5 5 10 24 4 ശിഷ്ടം 2 4 2 6 6 3 9 9 4 13 13 3 16. അപ്പോൾ 16.44 മീറ്റർ ആണ് ഫെൻസിൻ്റെ നീളം. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഫോർമുലയുടെ 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. ഈ ഒരു ഫോർമുല വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ 2 × ലെങ്ത് എത്രയാണ്? ഇവിടെ ലെങ്ത് 4.72 4.72 + ബ്രെഡ്ത്ത് എത്രയാണ്? 3.50 3.50. അപ്പോൾ 4.72ഉം 3.50 തമ്മിൽ കൂട്ടിയാൽ 275 7ഉം 5ഉം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 12 ശിഷ്ടം 1 4 1 5 5 3 8. അപ്പോൾ 2 × 8.22. ഇനി ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര വരിക? 2 2s are 4 2 2s are 4 2 8s are 16 16.44 മീറ്റർ എന്ന് കിട്ടും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്, 16.44. അപ്പം ഈ രീതിയിലും ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗാർഡൻ? ഈ ഗാർഡൻ്റെ ഏരിയ ഓഫ് ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഏരിയ ഓഫ് ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് ഗാർഡൻ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എത്രയാണ്? 4.72 × 3.50. 4.72 3. ലെങ്ത് 4.72 ബ്രെഡ്ത്ത് 3.50. ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് ഗുണിക്കാനായിട്ട് ആദ്യം പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 472നെ 350. ഇനി 0 വേണ്ട, 35 കൊണ്ട് ഗുണിക്കുക. അവസാനം നമുക്ക് 0 ഇടാം. അങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ 5 2s are 10
ശിഷ്ടം 1, I7 35 1 36 6, ശിഷ്ടം 3, I4 23 23 23 6, 7 21 1, ശിഷ്ടം 2, A3 12 2 14, 0 6 12 2, ശിഷ്ടം 1 3 4 1 5 2 6 1, 16 5 2 0, പിന്നെ ഈ ഒരു 0 നമ്മളിവിടെ ഇട്ടിട്ടില്ല, 0 കൂടി. ഇത് ഇനി എവിടെ പോയിന്റ് ഇടണം നോക്കാം. ഇവിടെ പോയിന്റിന് ശേഷം 2 അക്കം, ഇവിടെയും 2 അക്കം, ടോട്ടൽ 1 2 3 4 അക്കം. ഉത്തരത്തിലും പോയിന്റിന് ശേഷം 4 അക്കം വരണം. ഏതൊക്കെ? അവസാനത്തെ 4 അക്കം 1 2 3 4. അപ്പം ഇതിൻ്റെ ഉത്തരം 16.5200. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സെന്റിമീറ്റർ ഇൻറ്റു മീറ്റർ എന്നാണ്. അപ്പം ഏരിയ എന്താണ്? മീറ്ററിന് കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ. നമുക്ക് സ്ക്വയേർഡ് മീറ്റർ എന്ന് വേണമെങ്കിലും പറയാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ SQ മീറ്റർ, സ്ക്വയേർഡ് മീറ്റർ എന്ന് എഴുതാം. ഇതിൻ്റെ ഉത്തരം 16.52 സ്ക്വയേർഡ് മീറ്റർ, അല്ല മീറ്റർ സ്ക്വയർ. ഏരിയ എത്രയാണ്? 16.52 സ്ക്വയേർഡ് മീറ്റർ. ഇതാണ് ആക്ടിവിറ്റി 6ൻ്റെ ഉത്തരങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ആക്ടിവിറ്റി 7 എന്താണെന്നാണ് നോക്കുന്നത്. ആക്ടിവിറ്റി 7 നമ്പറുകൾ തന്നിട്ടുണ്ട്. ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഈ നമ്പറുകളുടെ പ്രൈം പ്രൊഡക്ട്സുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ്, എത്ര ഫാക്ടേഴ്സ്, ഇതുകൊണ്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകുമെന്നും തന്നിട്ടുണ്ട്. യു ഹാവ് ടു കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 15നെ 3 5 15, ഇത് 3, ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 × 2 4 ആണ്. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ കണ്ടുപിടിക്കുന്നത്? എത്ര ഫാക്ടേഴ്സ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് 3 ഇവിടെ ഒരു തവണയാണ് വരുന്നത്, 5ഉം ഇവിടെ ഒരു തവണയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പവറുകളോട് കൂടി ഒന്നുകൂടി കൂട്ടി എഴുതുക. ഇവിടെ 3 ഒരു തവണ 1, അതിനോട് കൂടി ഒന്നുകൂടി കൂട്ടുക, 1 1 2, അങ്ങനെയാണ് ഈ 2. 5 ഇവിടെ ഒരു തവണ, അതിനോട് കൂടി ഒന്നും കൂടി കൂട്ടുക, 5ഉം 1ഉം, അതാണ് അത് 2, 1 1 2, അങ്ങനെയാണ് 2 2 4 വരുന്നത്. 21നെ എഴുതാം, 3 7 21, 3 ഇവിടെ ഒരു തവണ, അതിനോട് ഒന്നും കൂടി കൂട്ടിയപ്പോൾ 2. 7 ഇവിടെ ഒരു തവണ, അതിനോട് ഒന്നും കൂടി കൂട്ടിയപ്പോൾ 2 2 2 4. 24 എഴുതിയത് 2 × 2 × 2 × 3. അപ്പോൾ 2 ഇവിടെ 1 2 3 3 തവണ വരുന്നുണ്ട്, അതിനോട് ഒന്നും കൂടി കൂട്ടിയാൽ 4. 3 ഇവിടെ ഒരു തവണ, അതിനോട് ഒന്നും കൂടി കൂട്ടിയാൽ 2 4 2 8. 40നെ എഴുതിയിരിക്കുന്നത് 2 × 2 × 2, 2 × 2 × 2 3 തവണ, അതിനോടൊരു ഒന്നും കൂടി കൂട്ടുക, 3 1 4. 5 ഇവിടെ ഒരു തവണ, അതിനോടൊരു ഒന്നും കൂടി കൂട്ടുക, 2 4 2 48. 48 നമ്മൾ ഈ രീതിയിൽ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ 48നെ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇവിടെ ചെയ്യാം. 48നെ എങ്ങനെ ചെയ്യാം? 48നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര വരിക? 48നെ 2 കൊണ്ട് ഹരിച്ചാൽ 48ൻ്റെ പകുതി, 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4. 24നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 24ൻ്റെ പകുതി, 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2. 12നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 12ൽ എത്ര 2 ഉണ്ട്? 6. 2 6 12. 12ന് പകുതി 6. 6നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 6ൻ്റെ പകുതി 3. 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 3നെ 3 കൊണ്ട് ഹരിക്കാം ഒരു തവണ. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? 2 2 2 2 4 തവണയും 1 2 3 4, പിന്നെ ഒരു 3. ഇങ്ങനെയാണ് പ്രൈം പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് 48ൻ്റെ വരുന്നത്. ഇനി ഇവിടെ 2 എത്ര തവണ വന്നു? 1 2 3 4 തവണ, അതിനോടൊന്നും കൂടി കൂട്ടുക, അപ്പോൾ 5 ×
3 ഇവിടെ ഒരു തവണ, അതിനോട് ഒന്നും കൂടി കൂട്ടുക 2. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഈ 5 10 ഫാക്ടേഴ്സ് ഉണ്ട്. 5 2s are 10 ഫാക്ടേഴ്സ്. അങ്ങനെ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഹൗ മെനി ഫാക്ടേഴ്സ് വിൽ ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് ഹാവ്? 2 പ്രൈം നമ്പറുകൾ ഗുണിച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ഉദാഹരണമുണ്ട്. 3ഉം 5ഉം ഇവിടെ 2 പ്രൈം നമ്പറുകളാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുണ്ടായിരിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ എണ്ണം 4ആണ്. 3ഉം 7ഉം പ്രൈം നമ്പേഴ്സാണ്. വ്യത്യസ്തമായ 2 പ്രൈം നമ്പറുകൾ, അത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ അതിന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 4ആണെന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഹൗ മെനി ഫാക്ടേഴ്സ്, എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും വിൽ ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. 2 പ്രൈം നമ്പർ ഗുണിച്ചാൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും? എത്രയാണ്? ഇവിടെ 2 ഉദാഹരണമുണ്ട്, അതിൻ്റെ ഉത്തരവുണ്ട് 4. ഇനി സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആസ് ആൻ ഓഡ് നമ്പർ? ഓഡ് നമ്പർ, ഇവിടെയെല്ലാം ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കാണാം. 4 എല്ലാം ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യകളാണ്. ഇവിടെ 8 ഇരട്ട സംഖ്യ, 8 ഇരട്ട സംഖ്യ, 10 ഇരട്ട സംഖ്യ. ഒറ്റ സംഖ്യ വരുന്നത് ഏതിനൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരേപോലെ ഗുണിക്കുന്ന 3 × 3 ഇങ്ങനെയുള്ള 2 × 2, 2 × 2ഉം 2 × 2 4. 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫാക്ടർ. 3ന് 1 3 3ഉം 3 3. അപ്പോൾ ഇവിടെ 1 3 2 ഫാക്ടർ. എന്ന് പറഞ്ഞാൽ 5ന് i 5 25. 25ന് നമുക്ക് i 5 25 എന്നും 1 25 25 എന്നും എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് 1 25 5 3 വരും, ഓഡ് നമ്പർ വരും 25. അതുപോലെ 7ൻ്റെ വരും 7 49. അതുപോലെ 1 49 49, വേറൊന്നും എഴുതാനില്ല. അപ്പോൾ ഫാക്ടേഴ്സ് 1 49 7 3. 51ന് 51 51 എഴുതാൻ പറ്റുള്ളൂ. പിന്നെ 3 17 വരും, 3 17 21 51. അപ്പോൾ ഇവിടെ 1 2 3 4 വരുന്നുണ്ട്. 65നാണേലും കുറേ എണ്ണം വരും, 40നാണേലുണ്ട്. ഇവിടുത്തെ യഥാർത്ഥ ഉത്തരം 49ആണ്. 49നാണ് 3 ഫാക്ടേഴ്സ്. 49ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 49 49, 7 49. ഒരേപോലെ ഇങ്ങനെ ഗുണനം വരുന്ന സംഖ്യകളാണ് ഇത് വരിക. ബാക്കി എല്ലാത്തിനും ഓഡ് നമ്പർ വരില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 7ഉം എല്ലാ ഉത്തരവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. ആക്ടിവിറ്റി 8 എന്താണെന്ന് നോക്കാം. ദീപു ഹാസ് 2 gold coins weighing 14.34 grams and 11.52 grams. ദീപുവിൻ്റെ കയ്യിൽ 2 കോയിനുകളുണ്ട്, സ്വർണ്ണ കോയിനുകൾ. ഒന്നിൻ്റെ തൂക്കം 14.34 ഗ്രാമും മറ്റൊന്നിൻ്റെ തൂക്കം 11.52 ഗ്രാമുമാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി 2 gold coins? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ വെയ്റ്റ് എത്രയാണ്? ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 14.34ഉം 11.52ഉം കൂടി കൂട്ടുന്നു. അപ്പോൾ എത്ര വരിക? 4 2 6, 5 3 8, 4 1 5, 1 1 2. എത്ര വരും? 25.86 ഗ്രാമാണ്. ഓക്കെ, അത് സിമ്പിളായി. ഇനി അടുത്ത, ദ പ്രൈസ് ഓഫ് 1 gram ഗോൾഡ് ഈസ് 5400. 1 gram ഗോൾഡ് കോയിന് 5400 രൂപയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ 2 gold coins? 2 ഗോൾഡ് കോയിനും കൂടി എത്ര രൂപയാണ്? രണ്ടും കൂടി തൂക്കിയാൽ 25 ഗ്രാം ഉണ്ട്. 25 ഗ്രാമിൽ കൂടുതലുണ്ട് അല്ലേ? 1 ഗ്രാമിന് നോക്കണം,
1 ഗ്രാമിനാണ് 5400 രൂപ. ഇവിടെ നമുക്ക് ടോട്ടൽ 25.86 ഗ്രാം ഉണ്ട്. 2 ഗ്രാമാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വരും, 3 ഗ്രാമാണെങ്കിൽ അതിനേക്കാളും ഇരട്ടി വരും, 3 കൊണ്ട് ഗുണിക്കുക. 4 ഗ്രാമാണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക, 5 ഗ്രാമാണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, 10 ഗ്രാമാണെങ്കിൽ ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 25.86 ഗ്രാമാണെങ്കിൽ 5400 25.86 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഗുണിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇല്ലാതെ ഗുണിക്കാം. ഇവിടെ 5400 2 പൂജ്യം വേണ്ട, അത് നമ്മുടെ ഉത്തരത്തിൽ ചേർക്കാം, ആ 2 പൂജ്യം. പിന്നെ ഇവിടെ പോയിന്റ് ഇല്ലാതെ ഗുണിച്ചാൽ 25.86 × 54 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 6 4 24 ശിഷ്ടം 2 6 4 8 32 2 35 5 ശിഷ്ടം 3 I 4 20 3 23 3 ശിഷ്ടം 2 24 8 8 2 10 I6 30 0 ശിഷ്ടം 3 I8 40 3 43 3 ശിഷ്ടം 4 I5 25 4 29 9 ശിഷ്ടം 2 5 10 2 12 4 5 3 6 പിന്നെ 9 0 9 2 1 3 1 1 3 9 6 5 4. ഇനി ഇവിടെ പോയിന്റ് ഇടണം. ഇവിടെ പോയിന്റിന് ശേഷം 2 അക്കം ഉണ്ട്, അപ്പോൾ അവസാനത്തെ 2 അക്കം പോയിന്റിന് ശേഷം വരും, ഇവിടെ വരും. പിന്നെ യഥാർത്ഥ വില 139654 എത്രയാണ്? റുപ്പീസ്. 1 10 100 1 tens 100 1000 10,000 lakh. അപ്പോൾ 1,39,654. അപ്പോൾ നമ്മൾ ഈ 25.86 ഗ്രാം സ്വർണം മേടിക്കണമെങ്കിൽ 1,39,654 റുപ്പീസ് കൊടുക്കണം. എത്രയാണ്? 1,39,654 റുപ്പീസ് കൊടുക്കണം. അടുത്ത എന്താണ്? ഇഫ് 2 gold coins are melted and made 3 rings of equal weights. ഈ 2 എണ്ണം കൂടി ഉരുക്കി, ഇത്രയും ഗ്രാം ഉരുക്കി ഒരു ഉണ്ടയാക്കി മാറ്റിയിട്ട് അതിനെ വീണ്ടും എന്താക്കിയാണ് മാറ്റുന്നത്? 3 റിങ്സ് 3 മോതിരം ഉണ്ടാക്കുന്നു ഓഫ് ഈക്വൽ വെയിറ്റ്, ഒരേ വെയിറ്റിൽ. വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് 1 റിങ്? അങ്ങനെയാണ് ഒരു റിങ്ങിന് എത്ര വെയിറ്റ് ഉണ്ട്? അപ്പോൾ ഈ 25.86 ഗ്രാമിനെ 3 ഭാഗങ്ങളാക്കണം, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരുന്നതാണ്? അപ്പോൾ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഹരിക്കണം 3. അപ്പോൾ അതിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊന്നാണ് ആ ഒരു ഉത്തരമാണ് ഒരു മോതിരത്തിൻ്റെ വെയിറ്റ്. 25 എത്ര 3 പോകും? 8 24 3 8s are 24. 5 ന്ന് 4 കുറച്ചാൽ 1, 2 ന്ന് 2 കുറച്ചാൽ 0. ഇനി അടുത്തത് പോയിന്റ് നമ്മൾ ആദ്യം മോതിടുക, അതിന് ശേഷം ഈ 8 ഇറക്കി എഴുതുക. 18 എത്ര 3 പോകും? 3 6 are 18. 18 - 18 0. അടുത്ത 6 ഇറക്കി എഴുതുക. 6 എത്ര 3 പോകും? 2 2 3s are 6 0. അപ്പോൾ ഒരു മോതിരത്തിൻ്റെ വെയിറ്റ് 8.62 ഗ്രാമാണ്. അപ്പോൾ ഈ 2 കോയിനും കൂടി ഉരുക്കി ഒരു ബോളാക്കി 3 മോതിരം ഉണ്ടാക്കിയാൽ അതിലൊരു മോതിരത്തിൻ്റെ വെയിറ്റ് 8.62 ആയിരിക്കും. ഇതുപോലുള്ള 8.62ൻ്റെ ഒരു മോതിരം, 8.62ൻ്റെ രണ്ടാമത്തെ മോതിരം, 8.62ൻ്റെ മൂന്നാമത്തെ മോതിരം. പൊട്ടായ എത്ര വരും നോക്കിക്കോ? 2 4 6 6 6 12 6 18 8 ശിഷ്ടം 1 8 8 16 8 24 1 25 25.86 കണ്ടോ? 25.86 ഒരു മോതിരം 8.62. ഇങ്ങനെയാണ് ആക്ടിവിറ്റി 8 ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൊത്തം വിശദീകരണം കഴിഞ്ഞു. അപ്പോൾ
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.